വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചക്കഞ്ഞിയിൽ അധ്യാപകർ കൈയിട്ട് വാരിയത് പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ്. കുട്ടികൾക്കായി സർക്കാർ നൽകിയ അരി കടത്തിയ ദൃശ്യങ്ങൾ സഹിതം അഷ്കർ അലി വാർത്തയാക്കി. തുടർന്ന് മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ 4 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കായി സർക്കാർ നൽകുന്ന ഉച്ചഭക്ഷണ അരിയിൽ കൈയിട്ട് വാരിയവർക്കും അതിന് കൂട്ടുനിന്നവർക്കും മൗനം പാലിച്ചവർക്കുമെതിരെയാണ് ധനകാര്യ പരിശോധന വിഭാഗത്തിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തുടനീളം സമാനമായ വെട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. അതിനെതിരെയും കണ്ണു തുറക്കാൻ സർക്കാർ തയ്യാറാകണം. രാത്രിയുടെ മറവിലായിരുന്നു അരിക്കടത്ത്. അരിച്ചാക്കുകൾ സ്വകാര്യ വാഹനത്തിൽ കടത്തുന്നത് ക്യാമറ കണ്ണിൽ വ്യക്തമായി തെളിഞ്ഞു. പ്രധാന അധ്യാപകരടക്കമുള്ള സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അരിക്കടത്ത് തുടർന്നെന്ന് സ്ഥലത്തെ പഞ്ചായത്ത് അംഗം അന്ന് പറഞ്ഞു. ഞങ്ങൾ വിട്ടില്ല, പുറകെ നിന്നു. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടിടപെട്ടു. റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. റിപ്പോർട്ടർ വാർത്ത വിദ്യാഭ്യാസ വകുപ്പും ശരിവെച്ചു. ദൃശ്യങ്ങളിൽ കഴമ്പുണ്ടെന്നായിരുന്നു DDEയുടെ റിപ്പോർട്ട്. അരി അനധികൃതമായി ദുരുപയോഗം ചെയ്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അരി കണക്കിൽപ്പെടുത്താതെ മാറ്റിവെച്ചതായും പരിശോധനയിൽ വ്യക്തം. കണക്കിൽ കൃത്രിമം കാണിച്ച് സർക്കാരിന് ഭീമമായ നഷ്ടമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ധനകാര്യ പരിശോധന വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകൾ. ഓരോ ദിവസവും 50 കിലോ വീതം ഉച്ചഭക്ഷണ അരിയിൽ വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇത്തരത്തിൽ കവർന്നത് 7737 കിലോ അരിയാണ്. അധ്യാപകർ നടത്തിയത് ക്രിമിനൽ കുറ്റമാണെന്നും ക്രിമിനൽ നടപടി വേണമെന്നും ധനകാര്യ വകുപ്പ് ശുപാർശ ചെയ്തു. അധ്യാപകരിൽ നിന്ന് നഷ്ടം പിടിക്കാനും സർക്കാർ നടപടി ആരംഭിച്ചു. പ്രധാന അധ്യാപകൻ ശ്രീകാന്ത്, ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട ആരോപണ വിധേയനായ കായിക അധ്യാപകൻ രവീന്ദ്രൻ, ഉച്ചഭക്ഷണ ചുമതലയുള്ള അധ്യാപകരായ ഭവനീഷ്, ഇർഷാദ് അലി എന്നിവർക്ക് സസ്പെൻഷൻ. പഴയ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന സ്കൂളിലെ അരിക്കടത്ത് ഇപ്പോഴും തുടരുന്നവർക്കുള്ള മുന്നറിയിപ്പായിരുന്നു റിപ്പോർട്ടർ വാർത്ത. ആ ഇടപെടൽ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു വിദ്യാർത്ഥിയും പട്ടിണി കിടക്കരുതെന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് വിദ്യാലയങ്ങൾക്ക് ഭരണകൂടം തന്നെ അരി വിതരണം ചെയ്യുന്നത്. ആ അരിയിൽ കൈയിട്ട് വാരുന്നത് അങ്ങേയറ്റം നീചമാണ്, മനുഷ്യത്വ വിരുദ്ധവും. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.